CPM നേതൃത്വവും ചില വിദേശ വ്യവസായികളും തമ്മിലുള്ള അവിശുദ്ധമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്തകളെ സംബന്ധിച്ച് CPMന്റെ നേതൃത്വവും സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും കാണിക്കുന്ന മൗനം അങ്ങേയറ്റം ദുരൂഹമാണ്. ഇതിൽ നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചില പരാതികളാണ് ഇപ്പോൾ പുതിയ രൂപത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ഈ പരാതിയിൽ പറയപ്പെടുന്ന വ്യക്തി രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു ലണ്ടൻ വ്യവസായി. അദ്ദേഹത്തിന് CPM നേതാക്കന്മാരുമായി വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നു എന്നുള്ള നേരത്തെ തന്നെ വാർത്ത വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തെ CPMന്റെ ലണ്ടൻ ഘടകത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ ലണ്ടനിലെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ചുമതലയുണ്ടായിരുന്നത് ഇന്നത്തെ ജനറൽ സെക്രട്ടറി MA ബേബിക്കാണ്. അന്ന് ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സെക്രട്ടറി ആവാതെ പോയത് എന്നിപ്പോൾ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ളൊരു കേസിൽ അദ്ദേഹം ഹാജരാക്കിയിട്ടുള്ളൊരു കത്ത് ഒറിജിനലാണോ വ്യാജമാണോ എന്ന് പറയേണ്ടത് CPMന്റെ അഖിലേന്ത്യാ നേതൃത്വമാണ്, പോളിറ്റ് ബ്യൂറോ ആണ്. കേരളത്തിലെ ചില CPM നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഈ രാജേഷ് കൃഷ്ണയുമായിട്ട് വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്നും സംസ്ഥാന സർക്കാരിൻ്റെ ചില പദ്ധതികളുമായി ഇദ്ദേഹം ആരംഭിച്ചിട്ടുള്ള ചില ഷെൽ കമ്പനികൾക്ക് കണക്ഷൻ ഉണ്ട് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് CPMന്റെ പോളിറ്റ് ബ്യൂറോക്ക് ഒരു മലയാളിയായിട്ടുള്ള വ്യവസായി കൊടുത്ത പരാതിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്നിട്ടുള്ളത്. ഈ പരാതി ഒറിജിനലാണോ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണോ എന്ന് പറയേണ്ടത് CPM ആണല്ലോ. ഒറിജിനലാണെങ്കിൽ ആ പരാതിയിൽ ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. അത് ഇവർ തമ്മിലുള്ള എന്തെങ്കിലും തർക്കത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, അല്ലെങ്കിൽ രണ്ട് വ്യവസായികൾ തമ്മിലുള്ള എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെതല്ല. ആ പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായൊരു പ്രശ്നം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ചില പദ്ധതികൾക്ക് ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള കടലാസ് കമ്പനികൾ പണം സമാഹരിക്കുന്നു. ആ പണം മുഴുവനായി ഈ പദ്ധതി നിർവഹണത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നില്ല. അതിൽ CPMന്റെ നേതാക്കന്മാർക്ക് കമ്മീഷൻ കിട്ടുന്നു, ചില മന്ത്രിമാർക്ക് കമ്മീഷൻ കിട്ടുന്നു. ഇതാണ് പരാതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇതൊരു വ്യവസായികളുടെ സാമ്പത്തിക തർക്കമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ പ്രശ്നമല്ല. ഇത് സംസ്ഥാന സർക്കാരിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിൽ വിദേശ കമ്പനികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിദേശ കമ്പനികളെയും വിദേശ വ്യവസായികളെയും കള്ളപ്പണം വെളുപ്പിക്കുവാൻ സർക്കാർ ഒത്തുനിൽക്കുന്നു, സർക്കാർ അതിന് കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണമായിട്ട് ശ്രീ MV ഗോവിന്ദൻ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ആരംഭിച്ചിട്ടുള്ള ശുചിത്വ നഗരം പദ്ധതി, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള കമ്പനി പണം സമാഹരിക്കുന്ന ഒരു കാര്യം. MV ഗോവിന്ദനുമായി ഇദ്ദേഹത്തിന് വലിയ അടുപ്പമുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു എന്ന് ഈ പരാതിക്കാരൻ പറയുന്നുണ്ട്. ആ അടുപ്പത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ വിശദീകരിച്ചതനുസരിച്ച് ഫിഷറീസ് വകുപ്പും തദ്ദേശ ഭരണ വകുപ്പും കൂടി ഒരുമിച്ച് ആരംഭിച്ചിട്ടുള്ള ശുചിത്വ നഗരം പദ്ധതി, തീരദേശ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കിയുള്ള പദ്ധതിയിൽ 50 ലക്ഷം രൂപ ഈ രാജേഷ് കൃഷ്ണയുടെ കമ്പനി സമാഹരിച്ചിരുന്നു എന്ന് മേഴ്സിക്കുട്ടിയമ്മ സമ്മതിക്കുന്നുണ്ട്. അത് കൊല്ലം നഗരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ 50 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ മാത്രമേ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുള്ളൂ. ബാക്കി 45 ലക്ഷം എങ്ങോട്ട് പോയി? ആരുടെ കൈകളാണ് വന്നിട്ടുള്ളത്? ആ പദ്ധതി പണമില്ലാത്തത് കൊണ്ട് മുമ്പോട്ട് പോയില്ല എന്നാണ് മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത്.
പണമില്ലാത്തതുകൊണ്ട് ആ പദ്ധതി മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ രാജേഷ് കൃഷ്ണ സമാഹരിച്ച 50 ലക്ഷത്തിൽ 45 ലക്ഷം എവിടെ? ആ 45 ലക്ഷം അന്നത്തെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിക്കാണോ കിട്ടിയത്? തനിക്കോ തന്റെ ഡിപ്പാർട്ട്മെന്റിനോ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മേഴ്സിക്കുട്ടിയമ്മ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കിട്ടിയത് ഗോവിന്ദൻ മാഷ്ക്കും അദ്ദേഹത്തിന്റെ വകുപ്പിനുമാണല്ലോ. ഗോവിന്ദൻ മാഷെ തുടർന്ന് പിന്നീട് അധികാരത്തിൽ വന്ന MP രാജേഷിന്റെ കാലത്തും സമാനമായിട്ടുള്ള പദ്ധതികൾ തദ്ദേശ ഭരണ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതും ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ഈ വിദേശ വ്യവസായികൾ ചില ഷെൽ കമ്പനികൾ ഉണ്ടാക്കുക, ആ കമ്പനികളുമായി സാമ്പത്തിക ഉടമ്പടി പത്രം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ വ്യാപകമായി പണപ്പിരിവ് നടത്തുക, ആ പിരിക്കുന്ന പണം ഈ പദ്ധതിയുടെ നിർവഹണത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നില്ല. ആ പണം മുഴുവൻ തന്നെ CPM നേതാക്കന്മാർക്ക് പാർട്ടി ഫണ്ടായിട്ടും CPM നേതാക്കന്മാരുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് വിദേശ വ്യവസായികളുടെ കള്ളപ്പണം വെളുപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അതിനുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുകയാണ്. അതിലൂടെ ഉണ്ടാകുന്ന കോടികൾ CPM-ന് കിട്ടുകയാണ്. അപ്പൊ CPM-ഉം ഈ ആളുകളും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവേണ്ടതാണ്, അന്വേഷിക്കണം. സംസ്ഥാന സർക്കാരിലെ ഒന്നിലേറെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള പരാതി ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്? മുഖ്യമന്ത്രിന് മുതിർന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയാണല്ലോ CPM-ന്റെ. അപ്പൊ പാർട്ടിക്കെതിരായിട്ട് വന്ന ആരോപണത്തെക്കുറിച്ചും സർക്കാരിനെതിരായിട്ട് വന്ന ആരോപണത്തെക്കുറിച്ചും പരാതി പറയാൻ ഒരേപോലെ ബാധ്യതപ്പെട്ട വ്യക്തിയാണ് മുഖ്യമന്ത്രി. എന്നിട്ടും എന്തുകൊണ്ടാണ് 2 ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്? അതുകൊണ്ട് ഇതെല്ലാം സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ CPM നേതാക്കന്മാരുടെ അടിക്കടിയുള്ള ലണ്ടൻ യാത്രയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇവർക്കെല്ലാവർക്കും ലണ്ടനിലോട് ഇത്ര താല്പര്യം? പല മന്ത്രിമാരും പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ലണ്ടനിലേക്ക് പോവുകയാണ്. ഇത്രമാത്രം പഠിക്കാൻ എന്ത് വിവരമാണ് ലണ്ടനിലുള്ളത്? അതുകൊണ്ട് CPM നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും വിദേശ സന്ദർശനം, വിശിഷ്യ അവരുടെ ലണ്ടൻ സന്ദർശനങ്ങൾ, അതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് നാം മസാല ബോണ്ടിന്റെ വിവാദത്തെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടത്. തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് CNAG-യുടെ ചോദ്യത്തിന് ഉത്തരമായി പലതും പറയാൻ സാധിക്കാത്തത് കൊണ്ട് അന്ന് തന്നെ കിഫ്ബിയും മസാല ബോണ്ടും വിവാദമായതാണ്. ലണ്ടനിൽ നിന്ന് മസാല ബോണ്ട് വഴി 2150 കോടി സമാഹരിച്ചു എന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. അതിന് ഇടനിലക്കാർക്ക് 1% കമ്മീഷൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആരാണ് ലണ്ടനിൽ നിന്ന് മസാല ബോണ്ട് വഴി ഇത്രയും കോടികൾ സമാഹരിച്ചതിന് ഇടനിലക്കാരൻ ആരാണ്? 1% കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 21 കോടിയിലേറെ രൂപയായി. അപ്പൊ ഈ 21 കോടി ആർക്കാണ് കിട്ടിയത്? ആരാണ് ഈ മസാല ബോണ്ട് കളക്ട് ചെയ്ത ഇടനിലക്കാരൻ? തോമസ് ഐസക് വിശേഷിപ്പിച്ച ഇടനിലക്കാരൻ ആരാണ്? അത് ഈ രാജേഷ് കൃഷ്ണയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യവസായികളാണോ? ഇത് സ്വാഭാവികമായിട്ടും പുറത്തു വരേണ്ടതാണ്, ഇത് അന്വേഷിക്കേണ്ടതാണ്. ഇത് രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന പ്രശ്നമാണ്. ഹവാല ഇടപാട് ഇക്കാര്യത്ത് നടന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് റിവേഴ്സ് ഹവാല മോഡലാണ്. ഇവിടെ നിന്ന് അഴിമതി പണം ലണ്ടനിലേക്ക് കടത്തുക, ലണ്ടനിൽ നിന്ന് അത് ഷെൽ കമ്പനി മുഖാന്തരം കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വരിക, അത് CPM നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് വൈറ്റ് മണിയായിട്ട് വരിക. അപ്പൊ ഈ കറുത്ത പണത്തെ വെളുത്ത പണമാക്കി മാറ്റാൻ, CPM നേതാക്കന്മാരുടെ അഴിമതി പണത്തെ യഥാർത്ഥ പണമാക്കി മാറ്റാൻ ഈ ഷെൽ കമ്പനികളെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് അന്നേ ഉയർന്നു വന്നിട്ടുള്ള ആരോപണമാണ്. ആ ആരോപണം വസ്തുതാപരമാണ് എന്ന് പുതിയ പരാതികളുടെയും പുതിയ വെളിപ്പെടുത്തലുടെയും ബോധ്യമാവുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ CPM-ന്റെ നേതൃത്വവും മുഖ്യമന്ത്രിയും കാണിക്കുന്ന മൗനം ദുരൂഹമാണ്. അവർ പറയണം. ഈ പരാതി ഇപ്പോൾ സുപ്രീം കോടതിയിൽ രാജേഷ് കൃഷ്ണൻ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ അദ്ദേഹം അതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ള പോളിറ്റ് ബ്യൂറോക്ക് കിട്ടിയിട്ടുള്ള പരാതി ഉണ്ടല്ലോ, അങ്ങനെ പരാതി ഉള്ളതാണോ? എന്താണ് MA ബേബി ഒന്നും പറയാത്തത്? ഇല്ലാത്തതാണെങ്കിൽ ഇല്ലാത്തതാണെന്ന് പറയണം.
ഇല്ലാത്ത പരാതിയാണെങ്കിൽ പോളിറ്റ് ബ്യൂറോക്ക് ലഭിച്ച പരാതി എന്ന പേരിൽ വ്യാജ പരാതിയാണ് സുപ്രീം കോടതിയിൽ ഈ രാജേഷ് കൃഷ്ണ സമർപ്പിച്ചതെങ്കിൽ രാജേഷ് കൃഷ്ണക്കെതിരായിട്ട് മാനനഷ്ടത്തിന് CPM കേസ് കൊടുക്കണ്ടേ? ഒരു പാർട്ടിയുടെ ഉന്നതാധികാര സമിതിക്ക് ലഭിച്ച പരാതി എന്ന് പറഞ്ഞുകൊണ്ട് കൃത്രിമമായ ഒരു പരാതി ഉണ്ടാക്കി കോടതിയിൽ അത് സമർപ്പിച്ചാൽ അതൊരു പാർട്ടി അപമാനിക്കുന്നതിന് തുല്യമല്ലേ? CPM ഇക്കാര്യത്തിൽ ഒരു മാനക്കേടൊന്നുമില്ലേ? CPM നേതൃത്വത്തിന്റെ പേരിൽ ഒരു വ്യാജ പരാതി ഉണ്ടാക്കി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചാൽ അത് CPM ബാധിക്കില്ലേ? എന്താ CPM ആ കാര്യത്തിലൊന്നും മിണ്ടാത്തത്? അപ്പൊ മിണ്ടാതിരിക്കാനുള്ള കാരണം ഇത് യഥാർത്ഥ പരാതി ആയതുകൊണ്ടാണോ? യഥാർത്ഥ പരാതിയാണ് എങ്കിൽ ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെന്റും പാർട്ടിയും അന്വേഷിച്ചിട്ടുണ്ടോ? തദ്ദേശ ഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ? ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുള്ള പരാതികൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ? ഫിഷറീസ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടുവന്ന പരാതികൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒന്നുകിൽ ഇതെല്ലാം കളവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന വ്യവസായിക്കെതിരായിട്ട് കേസിന് പോകാൻ CPM തയ്യാറാക്കണം. ഇന്നിപ്പോ പരാതിപ്പെട്ട നമ്മുടെ കേരളത്തിലെ മാഹിക്കാരനായിട്ടുള്ള വ്യവസായി ഉണ്ടല്ലോ, അദ്ദേഹത്തിനായിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നൊക്കെയാണ് CPM നേതൃത്വം പറയുന്നത്. അത് നിങ്ങൾ അവർ കൊടുത്തോട്ടെ. പക്ഷെ എന്തുകൊണ്ടാണ് പാർട്ടി അപമതിപ്പുണ്ടാക്കിയ പാർട്ടിയുടെ പേരിൽ വ്യാജമായ ഒരു കത്താണെങ്കിൽ അതുണ്ടാക്കിയിട്ടുള്ള വ്യക്തിക്കെതിരായി നിയമ നടപടി സ്വീകരിക്കാത്തത്? അപ്പൊ അതിലൂടെ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഇത് ഒറിജിനൽ പരാതിയാണെന്നല്ലേ? അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള ഒളിച്ചുകളി അവസാനിപ്പിക്കണം. ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. CPM നേതാക്കന്മാർ മുഖ്യമന്ത്രിയും വാ തുറന്ന് ഇതിലെ നിജസ്ഥിതി എന്താണെന്ന് പറയണം. കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ട്, അവർക്ക് അവകാശമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ വിദേശ പങ്കാളിത്തത്തെക്കുറിച്ച് കിഫ്ബി ബോണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നേരത്തെ ഉയർന്നു വന്നിട്ടുള്ള പല പരാതികളും അത് സാധൂകരിക്കപ്പെടുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണം. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അദ്ദേഹം വിശദീകരണം കേരളത്തിലെ ജനങ്ങളോട് നൽകാൻ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും. കാരണം ഇതിൽ ഫെമ നിയമത്തിന്റെ പ്രശ്നം മാത്രമല്ല, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുമുണ്ട്. ഹവാല ഇടപാടൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓൾറെഡി ഇപ്പൊ തന്നെ ED അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണം വേണമെന്ന് BJP കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഈ ഇടപാടുകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത്. ഈ ഷെൽ കമ്പനികളിലൂടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമം, ആ ശ്രമമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചാണ് വിശദമായിട്ട് അന്വേഷണം ഉള്ളത്. നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിന് വന്ന ശേഷം സ്വദേശത്തും വിദേശത്തുമുള്ള ധാരാളം ഷെൽ കമ്പനികൾ നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. സ്വദേശത്ത് പ്രവർത്തിക്കുന്ന ഷെൽ കമ്പനികൾ നിരോധിച്ച സമയത്താണ് പല ആളുകളും വിദേശത്ത് പോയി ഷെൽ കമ്പനികൾ ആരംഭിച്ചത്. ആ ഷെൽ കമ്പനിയിലൂടെയാണ്, ഈ കടലാസ് കമ്പനിയിലൂടെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത്. അപ്പൊ അതുകൂടി പരിശോധിക്കപ്പെടുകയും അന്വേഷണ വിധേയമാക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിലൂടെ കേരളത്തിലെ CPM നേതാക്കന്മാർക്കും CPM എന്ന പാർട്ടിക്കും വന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വിശദാംശങ്ങൾ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. അതും അന്വേഷിക്കണം. അസംബന്ധമാണെങ്കിൽ ആ പരാതി കൊടുത്ത ആൾക്കെതിരായിട്ട് എന്താ നടപടി സ്വീകരിക്കുന്നത്? ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് CPM നേതൃത്വം എന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുന്നത്. സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഒരു ഹർജിയിൽ CPM പോളിറ്റ് ബ്യൂറോക്ക് നൽകിയിട്ടുള്ള പരാതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടലാസ് അവിടെ സമർപ്പിക്കുകയാണ്. ആ കടലാസ് ഒറിജിനലാണോ വ്യാജനാണോ അത് പറയട്ടെ CPM ആദ്യം. അതെന്താ പറയാത്തത്? ഇപ്പൊ ബിജെപിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് നൽകിയ പരാതി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഒരു കത്ത് വന്നു കഴിഞ്ഞാൽ ആ കത്ത് ഒറിജിനൽ അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് നിഷേധിക്കില്ലേ? ആ കത്ത് ഒറിജിനൽ അല്ല എന്ന് പറയില്ലേ? ആ കത്ത് ഒറിജിനൽ അല്ലാത്ത കത്ത് കോടതിയിൽ ഹാജരാക്കി ആൾക്കെതിരായിട്ട് ഞങ്ങൾ മാനനഷ്ടത്തിന് പോകില്ലേ? അതൊരു പാർട്ടി ചെയ്യേണ്ടതല്ലേ? എന്താ CPM അത് ചെയ്യാത്തത്? അതിന് ഉത്തരമാണ് MV ഗോവിന്ദൻ ആദ്യം പറയേണ്ടത്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണല്ലോ. അതിന് ഉത്തരം ആദ്യം അദ്ദേഹം പറയട്ടെ. ഓക്കെ, ചിലപ്പോഴൊക്കെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അവതാരം സ്വയം അന്ധകനാകുന്ന ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
പിണറായി വിജയൻ സർക്കാർ അധികാരത്തിന് വന്ന ശേഷം ഒരു അവതാരമല്ല, ഒരുപാട് അവതാരങ്ങളാണ്. ആ അവതാരങ്ങളുടെ എണ്ണം കൂടുന്തോറും അതൊരു സ്വയം വിനാശമായിട്ട് കൂടി സർക്കാരിന് മാറുകയാണ്. ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്, സർക്കാരിനെതിരായിട്ട് എന്ത് വിമർശനം വന്നാലും അതിനെല്ലാം നിയമപരമായ നടപടി സ്വീകരിക്കുകയാണ്. അത് മറ്റേത് മന്ത്രിയേക്കാളും മുൻപന്തിയിലുള്ള ആളാണ് ആരോഗ്യവകുപ്പ് മന്ത്രി. അവർ സത്യത്തിൽ ഈ സ്വതന്ത്രമായ അഭിപ്രായം പറയാനൊക്കെ വലിയ വീറോടെ ബാധിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു അവർ. എന്നിട്ട് അവർ മന്ത്രിയായപ്പോൾ അവർക്കെതിരായിട്ട് ആരെന്ത് പറഞ്ഞാലും അത് കേസെടുക്കും. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പരസ്യമായിട്ടാണല്ലോ ചോദിച്ചത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ പത്തനംതിട്ടയിൽ ഞങ്ങളുടെ യുവമോർച്ച നേതാവിനെ ദിവസങ്ങളോളം ജയിലിൽ കിടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഈ ആരോഗ്യമന്ത്രി. അപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പാടില്ല, ഒന്നും പറയാൻ വേണ്ടി പാടില്ല, ഒരു മന്ത്രിക്കെതിരായിട്ട് പറയാൻ പാടില്ല എന്ന നിലപാടാണ്. ഇപ്പോൾ യഥാർത്ഥ ഫാസിസം എന്താണെന്ന് കേരളത്തിൽ CPM മന്ത്രിമാരിലൂടെയാണ് ബോധ്യമാകുന്നത്. എന്നിട്ട് ഇവർ മറ്റെല്ലാവരെയും കുറ്റപ്പെടുത്തുകയാണ്. ഇത്രമാത്രം അസഹിഷ്ണു നിറഞ്ഞൊരു കാലഘട്ടം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. മന്ത്രിമാരെ വിമർശിക്കാൻ പാടില്ല എന്ന തിട്ടൂരം എല്ലാവർക്കും കൊടുക്കുകയാണ്. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കുണ്ടല്ലോ, നിങ്ങൾക്ക് വിമർശിക്കാനില്ലല്ലോ. വിമർശിച്ച മാധ്യമപ്രവർത്തകന്മാർക്കെതിരെ കേസെടുക്കുന്നുണ്ടല്ലോ. ഒരു ചാനൽ ചർച്ചയിൽ സർക്കാരിനെതിരായിട്ട് വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ ഒരു അവതാരകനെതിരായിട്ട് കേസെടുത്ത ചരിത്രം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ സംസ്ഥാന സർക്കാർ CPM മന്ത്രിമാർ ഇതൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾ പലപ്പോഴും ഇതൊന്നും കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.